ഹായ് നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സ്കിൽഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നൊരു സ്ഥാപനത്തിലാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ TK തോമസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹായ് നമസ്കാരം സാർ. നമസ്കാരം സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ ഒരു സ്ഥാപനം എവിടെയായിട്ടാണ് നമ്മളുടെ ഈ ഒരു അഡ്രസ്സ്? സ്ഥാപനം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മുളന്തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ തുരുത്തിക്കര പഞ്ചായത്തിൽ തുരുത്തിക്കര, അവിടെയാണ് നമ്മുടെ യൂണിറ്റ് വർക്ക് ഇതാകുന്നത്. സാറിൻ്റെ സ്വദേശം ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. കമ്പനിയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ വൈഫുണ്ട്, 2 മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്തയാൾ പുറത്താണ്, കുവൈറ്റിലാണ്. ഇളയാൾ നാട്ടിൽ തന്നെയുണ്ട്. സാർ ആദ്യം എന്തായിരുന്നു ശരിക്കും? ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. 15 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. സൗദിയിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അതല്ലേ? ഓക്കെ. ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാര്യം? ഫീൽഡ് അന്നത്തേതിലും പലരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നല്ലൊരു ഇതാണെന്ന് മനസ്സിലായി. നല്ലൊരു ബിസിനസ്സാണ് നമുക്ക് മനസ്സിൽ തോന്നിയതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇതായി. അത് നമ്മളിപ്പോൾ ഗൾഫിലാണെങ്കിലും ഈ സെയിം ഫീൽഡ് തന്നെയായിരുന്നോ? ഗൾഫിലെ നമ്മൾ വെൽഡറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം നമ്മൾ ഫോർമാനായിട്ടാണ് അവിടുന്ന് പോകുന്നത്. വർക്ക് ടൈം വന്നതാണ്, പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ പോയില്ല. അപ്പോൾ നമ്മൾ ഈ സ്കിൽഡ് എഞ്ചിനീയറിംഗ് വർക്ക്സിൽ നമുക്ക് അവിടുത്തെ എന്തൊക്കെയാണ് നമ്മളവിടുത്തെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞാൽ. നമ്മൾ കെട്ടിടം പണിയുടെ ആവശ്യത്തിനുള്ള, അതായത് വാർക്കപ്പണിക്കുള്ള സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തെല്ലാം മുട്ടും തട്ടും മുളകളും എല്ലാം ഉപയോഗിച്ചുള്ളതായിരുന്നു. മറ്റേ ഈ തട്ട് വാർക്കാനുള്ള സാധനങ്ങൾ അതെല്ലാം ഇപ്പോൾ ഇരുമ്പിലാണ് ഇപ്പോൾ. അതായത് വർക്ക് എളുപ്പമുണ്ട്, ലേബർ ചാർജ് കുറയും, അങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ട്. വർക്കാണെങ്കിൽ ഇപ്പോൾ വലിയ വർക്കുകൾക്ക് ഇത് വേണം, മസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചെയ്യണത് നമ്മൾ ഷട്ടർ, ഫോർ ഫോം ഷട്ടർ എന്ന് പറയാനും. ഷട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് നമ്മൾ 8-4 ഷീറ്റ് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ 3ആയി കട്ട് ചെയ്ത് വളച്ച് ഒരേ സൈസിൽ വളച്ച് റെഡിയാക്കി എടുക്കുന്നതാണ്. അതായത് നമ്മൾ തട്ട് അടിക്കുന്നതിന് പകരം ഈ സ്റ്റീലിന്റെ കഴിയുമ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാം. അതിന്റെ ഇതായിട്ട് പൊളിച്ചെടുക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അതായത് നമ്മൾ വുഡിനെക്കാട്ടും സ്റ്റീലിനെക്കാട്ടും നല്ല ഫിനിഷിംഗ് ആയിരിക്കും. വർക്ക് എളുപ്പമാണ്, ജോലി കോൺട്രാക്ടേഴ്സിനൊക്കെ എളുപ്പമാണ്. അത് 2 രീതിയിലാണെങ്കിലും, അതായത് ഫിനിഷിംഗ് വർക്ക് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷീറ്റ് വെക്കുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇരുമ്പിന്റെ ഷീറ്റ് തന്നെ, ഇരുമ്പിന്റെ അത് തന്നെ. പിന്നെ ഉള്ളത് പിന്നെ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ജാക്കി എന്ന് പറയും, പൈപ്പിൽ ത്രെഡ് ചെയ്തിട്ട്. അതായത് നമ്മള് കാറിന്റെ ഒക്കെ ജാക്കിയുടെ പോലെ തന്നെ അല്ല, നമ്മൾ പൈപ്പിൽ 2 മീറ്ററിന്റെ പൈപ്പിനകത്ത് വേറെ 2 ഇഞ്ചിന്റെ പൈപ്പാണ് അത്, 50 mm. അതിൻ്റെ ഉള്ളിൽ 40 mm 1.5 ഇഞ്ചിന്റെ പൈപ്പ് ഇറക്കും. ഈ 2 ഇഞ്ചിന്റെ പൈപ്പ് നമ്മൾ ത്രെഡ് ചെയ്യും. ആദ്യം ഒരടിക്ക് നമ്മൾ ത്രെഡ് ചെയ്യും. അതിൻ്റെ ഉള്ളിലാണ് മറ്റേ ഇറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്. അപ്പോൾ നട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് ടെൻഷനില്ല, ഒരു ടെൻഷനും ഇല്ല. അതിന്റെ ഒരു മാനുഫാക്ചറിങ് ആണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തത് അല്ലേ? നമ്മൾ ഇവിടെ ഒരു ഈ കമ്പനി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പോൾ 18 വർഷമായി. 18 വർഷമായി. ഓക്കെ. അപ്പോൾ പിന്നെ അടുത്തത് എന്താണ്? പിന്നെ വേറെ പ്രോഡക്റ്റ് എന്താണുള്ളത്? വേറെ സ്പാൻ എന്ന് പറയും. അത് സെയിം ഇതെല്ലാം എന്നോട് ചേർന്നിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ. ഈ കെട്ടിടം പണിയുടെ വാർക്കപ്പണിക്കുള്ള സാധനങ്ങളാണ് മൊത്തം. പിന്നെ പില്ലർ വാർക്കാൻ വേണ്ടിയുള്ള കോളം ബോക്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, റൗണ്ടും ഉണ്ടാക്കുന്നുണ്ട്, സ്ക്വയർ ആയിട്ടുണ്ട്. അത് 40-20 ഉണ്ടാക്കും. സൈസ് പാർട്ടി പറയുന്നതനുസരിച്ച് ആ സൈസ് നമ്മൾ ഉണ്ടാക്കും. അത് നമുക്കിപ്പോൾ ബിൽഡിങ്ങിൻ്റെ എന്ത് പർപ്പസിനാണെങ്കിലും നമുക്ക് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ത് പർപ്പസിനാണ് നമുക്ക് കൊടുക്കാം. അതിപ്പോൾ നമ്മളൊരു ബ്രിഡ്ജ് പണിയാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അത് കൊടുക്കാം സപ്പോർട്ടായിട്ട്. എല്ലാം താഴെ നിന്നുള്ള സപ്പോർട്ട് പോലെ ഇരിക്കും അതിൻ്റെ ബലങ്ങളെല്ലാം. അത് അല്ല, അതിനുള്ള മെറ്റീരിയൽ നമ്മൾ ശരിയായി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ 1-2 ഐറ്റംസ് നമ്മൾ കണ്ടിരുന്നതിനകത്ത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് 1 by 1 ആയിട്ട് ഒന്ന് പറയാമോ? പിന്നെ നമ്മൾ പില്ലറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ബോക്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. പില്ലർ ബോക്സ്, കോളം ബോക്സ് എന്നാണ് അതിന് പറയുന്നത് പേര്. അത് റൗണ്ടും ഉണ്ട്,
സ്ക്വയറും ആയിട്ടുള്ളതുണ്ട്. അത് നമുക്ക് ഏത് സൈസിൽ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ബ്രിഡ്ജിനൊക്കെ ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജൊക്കെ പണിയുമ്പോൾ അതിനകത്ത് ഒരു സൈസ് ബ്രിഡ്ജിനല്ല, നമ്മൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ നമ്മൾ കൂടുതലും കൊടുക്കുന്നുണ്ടല്ലോ. കോർണറിലൊക്കെ വരുന്ന പില്ലറുകൾ പില്ലറുകൾ അതിലാണല്ലോ പിന്നെ കട്ട കെട്ടി നമ്മൾ ഇതാക്കുന്നത് ആ സാധനം, അതിൻ്റെ ബോക്സ്. പിന്നെ മുകളിലേക്ക് കയറാൻ വേണ്ടി ജോലിക്കാർക്ക് കയറാനും ജോലി ചെയ്യാനും വേണ്ടിയുള്ള സ്കഫോൾഡിംഗ് എന്ന് പറയും, എച്ച് ഫ്രെയിം. ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് 2 മീറ്ററിൻ്റെ ഉണ്ട്, 1.5 മീറ്ററിൻ്റെ ഉണ്ട്. പല മെഷർമെന്റ് ചെറിയ റൂമുകൾക്ക് കയറിയൊന്ന് ചെയ്യാൻ വേണ്ടി 1.5 മീറ്റർ. വലിയ ഹൈറ്റിലേക്ക് ഇട്ടിട്ട് പോവാം, എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് പോവാം, മുകളിലേക്ക് ഇട്ട് പോവാം. ഇതിൽ പറഞ്ഞില്ലേ സാറേ, നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഐറ്റംസിന്റെ കാര്യം പറഞ്ഞില്ലേ, മറ്റേ ജാക്കിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് എത്ര ഹൈറ്റ് വരെ നമ്മൾ അത് ജാക്കി അത് 2 ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഒരു 12 അടി വരെ വലിച്ച് ഇതാക്കുന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ 15 അടി വരെ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. മാക്സിമം 15 അടി 16 അടി വരെ വലിച്ച് ചെയ്യാം. അതായത് വലിയ ഹാളുകളൊക്കെ വരുമ്പോൾ അതിന് ഹൈറ്റ് കൂടുതൽ വരും, അങ്ങനെയുള്ളത്. പിന്നെ സാധാരണ ഇത് വരുന്നത് 12 അടി 11.5 അടി. ഇതിപ്പോ നമ്മുടെ മെറ്റീരിയലൊക്കെ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? മെറ്റീരിയൽസ് നമ്മൾ എറണാകുളത്തുനിന്നും കളമശ്ശേരി അവിടെ നിന്ന് ശങ്കര ഇതുണ്ട്, ഹോൾസെയിൽ കടകളുണ്ട്, പിന്നെ കുമ്മഞ്ചേരി സ്റ്റീൽസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇങ്ങനെയുള്ള കമ്പനികൾ വളരെ കുറവാണെന്ന് തോന്നുന്നല്ലേ, ഇങ്ങനെയുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനികൾ കളമശ്ശേരിയിലുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ കുറവാണ്, വേറെ കാര്യമായിട്ടില്ല. നമ്മൾ എറണാകുളത്താണ്, കേരളത്തിലാണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, പാലക്കാടെല്ലാം ഉണ്ട്. പാലക്കാടെല്ലാം. എന്നാലും മറ്റുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനി പോലെ ഇവിടെ ഇത് ഇങ്ങനെ ഈ ഐറ്റംസ് വളരെ കുറവാണ്. നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഷട്ടർ, അതായത് 4 ഫോം ഷട്ടർ എന്നാണ് അതിന് ഫുള്ളായിട്ട് പറയുന്നത്. അത് പല അളവിലുണ്ട്, 115-60 സൈസിലുണ്ട്, 90-60 സൈസുണ്ട്, അങ്ങനെ പല സൈസുകളിലുണ്ട്. അത് ഏത് സൈസിലാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹാഫ് ഷീറ്റ് വരുന്നുണ്ട്, അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം എന്താണ്? അത് ഒരു സൈഡ് മാത്രമാണ് ബെൻഡ് വരുന്നുള്ളൂ, വളയ്ക്കുന്നത് ഒരു സൈഡ് മാത്രമുണ്ട്. അതായത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയുള്ളതാണ്. കെട്ടിടത്തിൻ്റെ മുകളിൽ ഇട്ട് വിരിച്ചു കഴിയുമ്പോൾ സൈഡ് എത്തില്ല. അതായത് മറ്റൊരു ഷട്ടറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഒരു ബെൻഡ്, ഒറ്റ ബെൻഡ്. അത് ലാസ്റ്റ് കോർണറിലും അവിടെ എല്ലാം ഇടുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിന് ഹാഫ് ഷീറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ സ്പാൻ, ആക്രോ സ്പാൻ എന്ന് പറയും. അത് നമ്മൾ ഭിത്തിയായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് അടിയിൽ നമ്മള് പണ്ടത്തെ മറ്റേ തന്നെ കട്ട്ല എന്ന് പറയണ അല്ലേ? കട്ട്ലയല്ല, നമ്മള് അല്ല പണ്ടത്തെ അതേപോലെ തന്നെ അത് തന്നെ തടി കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഇത് കൊടുക്കുമായിരുന്നു. അതെ അതെ സാർ. ഇതിന്റെ മെഷീനറിയൊക്കെ നമ്മൾ എവിടെ നിന്നാണ് നമ്മളത്? മെഷീനറികൾ നമ്മൾ എറണാകുളത്തെ ഏജൻസികളുണ്ട്, അവർക്ക് നമ്മൾ കൊടുത്തിട്ട് അവർ ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നെല്ലാം നമുക്ക് വരുത്തി. പിന്നെ നമ്മളിവിടുത്തെ സ്റ്റാഫുകൾ എത്ര ഉണ്ട്? സ്റ്റാഫുകൾ 10 പേരുണ്ട്. 10 പേരുണ്ട്. അതായത് നമ്മുടെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരാണ് അല്ലേ? അവരില്ലെങ്കിൽ നമ്മളില്ല അല്ലേ? ഇല്ല, മെയിൻ സപ്പോർട്ട് അവരാണ് നമുക്ക്. അപ്പം നമ്മുടെ ഈ ആൾക്കാരുടെ പറയുകയാണെങ്കിൽ ഏത് ജോലിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ എത്രത്തോളമാണ് നമ്മളുടെ സപ്പോർട്ട്? നമുക്ക് നല്ല സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ടിൽ നമ്മൾ ഈ ഫീൽഡ് ഇതുപോലെ വിജയിക്കില്ല. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവരോട് അതുപോലെ തന്നെ മുതലാളി ബന്ധമല്ല ഞങ്ങള്. അത് നമ്മളും ചെയ്യും, നമ്മളും വർക്ക് ചെയ്യും. അത് സാറും ഈ ഫീൽഡില് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്, അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കണേ അതും നമ്മൾ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ കൂടുതലും എങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് നമ്മൾ കൂടുതൽ സമീപിക്കാറുള്ളത്? സാധാരണ ഇപ്പം ഈ ലോക്കലിലൊക്കെ ആണെങ്കിൽ ചെറിയ കോൺട്രാക്ടർമാർ വരും, പിന്നെ വലിയ വലിയ വർക്കുകൾ ഗവൺമെൻറ് കോൺട്രാക്ടർമാർസ് വരും, വർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പിന്നെ നമ്മളോട് വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ടീമുകളുണ്ട്. അതൊക്കെ വലിയ വലിയ ടീമുകളാണ്. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? കസ്റ്റമേഴ്സ് കുഴപ്പമില്ല, നല്ലവരും ഉണ്ട്, കുറച്ച് ഇതാക്കുന്നവരും ഉണ്ട്, നമുക്ക് പൈസയൊക്കെ ഡിലേ ആക്കുന്നവരും ഉണ്ട്, നല്ല ടീമുകളും ഉണ്ട് കേട്ടോ. അല്ല, നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അല്ലേ ക്വാളിറ്റിയിൽ കൊടുക്കുക, ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ക്വാളിറ്റിയും പ്രൈസിലും ആണെങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 3-4 കമ്പനി ഉള്ളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ
ഈ 4 കമ്പനിയും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടോ അതിനെ? ഇല്ല, യൂണിയനൊന്നും യൂണിയൻ ഒന്നുമില്ല അല്ലേ? എല്ലാവരുമായിട്ട് അറിയാം, അസോസിയേഷൻ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? എല്ലാ പ്രൊപ്പറേറ്റേഴ്സ് എല്ലാവരുമായിട്ടൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ വർക്കുകൾ മറ്റേ റേറ്റ് തമ്മിൽ അത് നമ്മൾ പറയാറില്ല. നമുക്ക് മെറ്റീരിയൽ വരുന്നതിന്റെ ഇത് കൂട്ടി ലേബറിന്റെയും എല്ലാം കൂട്ടി നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത്. വ്യത്യാസങ്ങൾ വരില്ല. ഡെലിവറി എങ്ങനെയാണ് ഇത്? ഡെലിവറി നമുക്കിവിടെ പിക്കപ്പ് ഉണ്ട്. അതിൽ ചെറിയ ഇതാണെങ്കിൽ ഒരു 3 ടൺ വരെ നമ്മൾ ഇതിൽ കൊണ്ടുപോകാം. പിന്നെ പാർട്ടികൾ വണ്ടി കൊണ്ട് വരും, വാഹനം കൊണ്ടുവരും, അവരെ കയറ്റി നമ്മൾ ഇവിടുന്ന് ലോഡ് ചെയ്ത് കൊടുക്കും. അല്ല, നമ്മൾ ഏതൊക്കെ ഡിസ്ട്രിക്ട് വരെ നമ്മളിത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ? എങ്ങനെ ഡിസ്ട്രിക്ട്? തിരുവനന്തപുരം വരെ കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഉണ്ട്, പത്തനംതിട്ട എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും അങ്ങോട്ട് മലപ്പുറം വരെയും കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു മിക്ക സ്ഥലങ്ങളും ഏകദേശം എല്ലായിടത്തും പോകുന്നുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ പോകാനായിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ കന്യാകുമാരി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇതിപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്താണ് നടത്തിയിരിക്കുന്നത്. എല്ലാ മെഷീനറികളും ഉണ്ട് നമ്മുടെ അടുത്ത്. എല്ലാ ഇതിനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള മെഷീനറി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അങ്ങ് ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകാനൊക്കെ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ തോമസ് സാറേ, നമ്മൾ ഇപ്പോൾ ഒരു ന്യൂജൻ കാലഘട്ടമാണല്ലോ. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന അവർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആരെയും വഞ്ചിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നഷ്ടമല്ല എന്ന് വെച്ച് ഓവർ ലാഭവും എടുക്കാതിരിക്കുക. കഴിയുന്നു ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ജോലിക്കാരോടാണെങ്കിലും വരുന്ന പാർട്ടികളോടാണെങ്കിലും എല്ലാം നല്ല കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതാണ് തോമസ് സാറിന് പറയാനുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഇത്ര നേരം തോമസ് സാറേ നമ്മൾക്ക് വേണ്ടി ഈ ടൈം, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും എന്താ പറയുക, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ. കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ടുള്ള ഇപ്പോൾ ഒരു 10-12 തൊഴിലാളികൾക്ക് നമ്മൾ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? 17-12 കുടുംബങ്ങൾ കഴിഞ്ഞു പോണേ തോമാസ് കൊണ്ട് അല്ലേ? അപ്പോൾ ഇനിയും നല്ല ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.